ഹായ് മക്കളെ, അബ്ദുള്ള സാറാണ്. 5 മിനിറ്റ് കൊണ്ടെങ്കിൽ നമുക്ക് 5 മാർക്ക് നേടാം എന്ന വിഷയമായിട്ടാണ് സാർ വന്നിരിക്കുന്നത്. നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം? 5 മാർക്ക് ഈ ഒറ്റ 5 മിനിറ്റ് കൊണ്ട് മക്കള് നേടിയെടുത്തിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം, ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് മക്കൾ കാണാം കേട്ടോ. നമ്മുടെ എന്താ പറയാ മിഡിവൽ വേൾഡ് അല്ലെങ്കിൽ മധ്യകാല ലോകം എന്ന ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗങ്ങളായിട്ടാണ് സാർ വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് 5 മാർക്കിനുള്ള പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് സാർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 2 മാർക്കിനൊക്കെ വരുന്ന ഒരു ചോദ്യമാണ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ സർവകലാശാലകൾ. ഇറ്റലിയിലുള്ള സർവകലാശാല, സ്പെയിനിൽ, ഫ്രാൻസിൽ, ഇംഗ്ലണ്ടിലൊക്കെയുള്ള സർവകലാശാലകൾ, യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ? നിങ്ങൾക്ക് കണക്ക് നല്ല വൃത്തിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റീനെ ബേസ് ചെയ്ത് ചോദ്യം വരുന്നത് മാത്സ് ഫോളോയിങ് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലുള്ള ചോദ്യമാണ് നമുക്ക് കോമൺ ആയിട്ട് വരാറ്. അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിൽ വളർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട സർവകലാശാലകൾ ഏതെങ്കിലും 2 എണ്ണത്തിന്റെ പേര് എഴുതുക. അല്ലെങ്കിൽ ഇറ്റലിയിൽ, സ്പെയിനിൽ, ഫ്രാൻസിൽ, ഇംഗ്ലണ്ടിൽ ഇവിടെ എവിടെയെങ്കിലും വളർന്നു വന്നിട്ടുള്ള സർവകലാശാലകളുടെ പേര് എഴുതുക എന്ന് ചോദിക്കുമ്പോൾ മക്കൾ ആൻസർ കൊടുക്കേണ്ടത് ഇറ്റലിയിലാണെങ്കിൽ പാവിയ, പദുവ. പാവിയയും പദുവയും എവിടുത്തെ യൂണിവേഴ്സിറ്റീസ് ആണ്? ഇറ്റലിയിലെ യൂണിവേഴ്സിറ്റി ആണ്. ഇനി പാർമ കൊർദോവ എവിടുത്താണ്? സ്പെയിനിലാണ്. ദെൻ ഫ്രാൻസിലേക്ക് പോകുമ്പോൾ പാരീസ് ഉണ്ട്, ടുലോസ് ഉണ്ട്. ഏതൊക്കെയാണ്? പാരീസ് ഉണ്ട്, ടുലോസ് ഉണ്ട്. എവിടെ ഉണ്ട്? ഫ്രാൻസിലുണ്ട്. ഇനി ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോഴോ ഓക്സ്ഫോർഡും ഉണ്ട്, കാംബ്രിഡ്ജും ഉണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. അപ്പൊ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസ് മിഡിവൽ എന്താ പറയുക വേൾഡിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസ് ആണ് ഇതൊക്കെ. അപ്പോൾ 2 മാർക്കിന് വരെ നമുക്ക് മിനിമം 2 മാർക്കിന് വരെ ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് സർവകലാശാലകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത്. അപ്പൊ മക്കളോട് ചോദിക്കുന്നത് ഇതായിരിക്കും. ഒന്നെങ്കിൽ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, പ്രധാനപ്പെട്ട മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലകൾ ഏത് എന്ന് ചോദിക്കും, മക്കൾക്ക് പേര് കൊടുക്കാം. അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെയോ ഫ്രാൻസിലെയോ സ്പെയിനിലെയോ ഇറ്റലിയിലെയോ സർവകലാശാലകളുടെ പേര് എഴുതുക, ഏതെങ്കിലും ഒന്നിലെ എഴുതുക എന്ന് പറയുമ്പോഴും നമുക്ക് അവിടെ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ചെയ്ത്. അപ്പോൾ ഇറ്റലിയിലാണെങ്കിൽ ഏതൊക്കെയാണ്? 2 P ആണല്ലേ. ഇറ്റലിയിലാണെങ്കിൽ ഏതൊക്കെയാണ്? പാവിയും പാതുവയാണ്. 2 P ആണ് ഇറ്റലിയിൽ വരുന്നത് അല്ലെ, PP. ഓക്കെ. ദെൻ സ്പെയിനിൽ പോകുമ്പോഴോ അവിടെ പാർമയുണ്ട്, കൊർദോവയുണ്ട്. ഇനി ഫ്രാൻസിലേക്ക് വരുമ്പോൾ പാരീസും ടുലോസും ആണ്. ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ ഓക്സ്ഫോർഡും കാംബ്രിഡ്ജും ആണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോമൺ ആയിട്ട് വരാൻ പോകുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് മധ്യകാല ലോകത്തിന് അറബികളുടെ സംഭാവന എന്തൊക്കെയാണെന്നുള്ളതാണ്. മിഡിവൽ വേൾഡിന് വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ് അറബ്സ് ഡ്യൂറിംഗ് ദ മിഡിവൽ വേൾഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും മധ്യകാല ലോകത്തിലുള്ള അറബ്സിന്റെ സംഭാവനകൾ വളരെ സിമ്പിൾ ആണ്. സയൻസിലും അതുപോലെ തന്നെ ലിറ്ററേച്ചറിലും അറബ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ധാരാളം കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. സയൻസ് നമുക്ക് ലിറ്ററേച്ചറിൽ നോക്കാം അല്ലെ. അൽ റാസിയും ഇബ്ൻ സീനയും എന്താ പറയാ വൈദ്യശാസ്ത്ര രംഗത്തെ പ്രതിഭകളായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് സയൻസ് ആണ്. നമ്മൾ മെഡിക്കൽ സയൻസിൽ നോക്കുമ്പോൾ അതൊക്കെയാണ് നമുക്ക് അൽ റാസിയും ഇബ്ൻ സീനയും 2 പ്രഗത്ഭരായിട്ടുള്ള എന്താ പറയാ നമുക്ക് കാണാൻ പറ്റും. മെഡിക്കൽ സയൻസിലുള്ള പ്രധാനപ്പെട്ട 2 പേഴ്സൺസ് ആണ് നമുക്ക് അറിയാൻ പറ്റും, സ്കോളേഴ്സ് ആണ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ നോക്കുകയാണെങ്കിൽ അൽ റാസി രചിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് കിതാബുൽ ഹവി. അതുപോലെ തന്നെ ഇബ്ൻ സീന രചിച്ച പുസ്തകമാണ് അൽ ഖാനൂർ. അപ്പൊ ഇത് 2 പ്രധാനപ്പെട്ട വർക്ക്സ് ആണ്. ആരുടേതാണ്? ഈ പറയുന്ന സയന്റിസ്റ്റുകളുടെ വർക്ക്സ് നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെയാണ് മക്കളെ? കിതാബുൽ ഹവി ആരുടേതാണ്? അൽ റാസി ആണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും അൽ ഖാനൂൻ ഈസ് വർക്ക് ഓഫ് ഇബ്ൻ സീന. ഇബ്ൻ സീനയുടേതാണ് അൽ ഖാനൂൻ എന്നുള്ള വർക്ക്. അപ്പൊ ഇത് 2 അറബ്സിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. എവിടേക്കാണ്? മെഡിക്കൽ സയൻസിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റിയത്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പ്രധാനപ്പെട്ട റൂബിയാത്ത്, അതുപോലെ തന്നെ ഒമർ ഖയ്യാം ആൻഡ് ഷഹനാമ റിട്ടൺ ബൈ ഫിർദൗസി. അപ്പൊ ഫിർദൗസിയുടേതാണ് എന്തൊക്കെ? ഷഹനാമയും അതുപോലെ തന്നെ ഒമർ ഖയ്യാം രചിച്ചിട്ടുള്ള റൂബിയാത്ത്, ഒമർ ഖയ്യാമിന്റെ റൂബിയാത്ത്, അതുപോലെ തന്നെ ഫിർദൗസിയുടെ ഷഹനാമ. അപ്പൊ റൂബിയാത്ത് ഓഫ് ഒമർ ഖയ്യാം. ഒമർ ഖയ്യാമിന്റെ വർക്കിന്റെ പേര് എന്താണ്? റുബിയാത്ത് എന്നാണ്. ഇനി ഷഹനാമ ആരുടെ വർക്കാണ്? ഫിർദൗസിയുടെ വർക്കാണെന്ത്? ഷഹനാമ അല്ലെ. ഷഹനാമ ആരുതാണ്? ഫിർദൗസിയുടേതാണ്. അക്കാലത്തെ പ്രധാനപ്പെട്ട സാഹിത്യ സൃഷ്ടികളാണ്. നമുക്ക് കാണാൻ പറ്റും എന്താ പറയാ റിമാർക്കബിൾ ആയിട്ടുള്ള ലിറ്ററസി വർക്കാണ് ഇതൊക്കെ. ഒമർ നമ്മൾ പറഞ്ഞിട്ടുള്ള റൂബിയാത്തും അതുപോലെ തന്നെ ഷഹനാമയും പ്രധാനപ്പെട്ട സാഹിത്യ കൃതികളാണ് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ലിറ്റററി വർക്കാണ് നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെയാണ്? റൂബിയാത്തും അതുപോലെ തന്നെ ഷഹനാമയും. റൂബിയാത്ത് ആരുടേതാണ്? ഒമർ ഖയ്യാമിൻ്റെതാണ്. ഷഹനാമ നോക്കുകയാണെങ്കിൽ ആരുടേതാണ്? നമുക്ക് കാണാൻ പറ്റും ആരുടേതാണ്? ഫിർദൗസിയുടേതാണ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അറബ്സിന്റെ മറ്റൊരു കോൺട്രിബ്യൂഷൻ ആണ് ദ ഫേമസ് 1001 നൈറ്റ്സ്. 1001 നൈറ്റ്സ് എന്നുള്ളത് 1001 നൈറ്റ്സ് എന്നുള്ളത് അറേബ്യൻ നൈറ്റ്സ് അല്ലെങ്കിൽ ഇസ് അനദർ ലിറ്റററി കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ്. അറബ്സിന്റെ മറ്റൊരു 1001 രാവുകൾ എന്നുള്ളതാണ് അറബികളുടെ മറ്റൊരു സംഭാവന, സാഹിത്യ ലോകത്തേക്കുള്ള മറ്റൊരു സംഭാവനയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ മെഡിക്കൽ സയൻസിലേക്കും സാഹിത്യത്തിലേക്കുള്ള അറബികളുടെ സംഭാവനകൾ ഇത് നമുക്ക് മിനിമം 3 മാർക്ക് 3+A വരുള്ളൂ. മിനിമം 3 മാർക്ക് 3+ മാർക്കേ വരുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് നമ്മളിവിടെ ആദ്യം പഠിച്ചത് 2 മാർക്കിന്റെ ചോദ്യമായിരുന്നു. then ഇവിടെ നമ്മൾ പഠിച്ചു എന്താണ്? ഇവിടെ നമ്മൾ പഠിച്ചു 3 മാർക്കിന്റെ ചോദ്യം. അറബികളുടെ സംഭാവനകൾ എന്തൊക്കെയാണ്? മധ്യകാല ലോകത്ത് അറബികൾ നൽകിയുള്ള സംഭാവനകളും നമ്മൾ പഠിച്ചു. ഓക്കെ. അപ്പൊ 5 മാർക്ക് മക്കൾ 5 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഉറപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് സാർ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ടു ഓൾ. ബൈ.